ഗുഡ് ഈവനിങ് ഓൾ ലീഡേഴ്സ്. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് പറയാൻ പോകുന്ന പ്രോഡക്റ്റ് നമ്മുടെ സന്തോഷ് സാർ സൂചിപ്പിച്ചു, നാഡ്സിം എന്നുള്ള പ്രോഡക്റ്റ് ആണ്. നമ്മുടെ കമ്പനി എലമെന്റ്സ് വെൽനസ് ബ്രാൻഡിൽ പുറത്തിറക്കിയിരിക്കുന്ന പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ എൻ്റെ പ്രധാന ഉദ്ദേശം എന്നുള്ളത് നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട ഏറ്റവും പ്രധാന ധാതുക്കളിൽ ഒന്നായ കാൽസ്യം എന്നുള്ള ഒരു സപ്ലിമെന്റ് ശരീരത്തിലേക്ക് നാച്ചുറൽ ആയിട്ട് തരാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ശരിക്കും നമ്മുടെ നാഡ്സിം എന്നുള്ളത്. ഇതിന്റെ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ശരിക്കും ടാബ്ലറ്റ് ഫോമിലാണ് ഇത് വരുന്നത്. നമ്മുടെ ടാബ്ലറ്റ് ക്യാപ്സൂൾ രണ്ട് രീതിയിൽ എന്താ ഗുളിക ആ ഒരു കോമ്പിനേഷൻ കേട്ടിട്ടുണ്ട്, ടാബ്ലറ്റ് ക്യാപ്സൂളും. ഇത് ശരിക്കും ടാബ്ലറ്റിന്റെ ഫോമും ടാബ്ലറ്റിന്റെ ആ ഒരു ഫോർമേഷനും ക്യാപ്സൂളിന്റെ സൈസും വലിപ്പം ക്യാപ്സൂളിന്റെയാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കോമ്പോയും കൂടി ചേർന്നിട്ട് ടാബ്ലറ്റ് ഫോമിലാണ് കമ്പനി നമ്മുടെ ഈ ഒരു നാഡ്സിം എന്നുള്ള ഒരു പ്രോഡക്റ്റ് പുറത്തിറക്കിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരീരത്തിന്റെ എന്താണ് ഏറ്റവും അത്യാവശ്യ ധാതുക്കളിൽ ഒന്നായ കാൽസ്യത്തെ നമുക്ക് പ്രദാനം ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ്. മനുഷ്യ ശരീരത്തില് 99% കാൽസ്യം നമ്മുടെ എല്ലിലും പല്ലിലുമാണ് ശരിക്കും ഉള്ളത്. ഡെപ്പോസിറ്റഡ് ആയിരിക്കുന്നത് എല്ലിലും പല്ലിലുമാണ്. എല്ലിനും പല്ലിനും ബലം നൽകുന്ന ഒരു എന്താണ് ധാതുവാണ് നമ്മുടെ കാൽസ്യം. നമുക്ക് എല്ലാവർക്കും അറിയാം. ബാക്കി 1%, 100% ഇടുമ്പോൾ ബാക്കി 1% ശരിക്കും നമ്മുടെ രക്തത്തിലും മൃദുവായ കോശത്തിലുമാണ് 1% കാൽസ്യം. ബാക്കി മൊത്തം ഉള്ളത് 99% എല്ലിലും പല്ലിലുമായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ കാൽസ്യം ഒരു മിനറലാണ്, ധാതുവാണ്. നമുക്കറിയാം നമ്മുടെ രക്തത്തിൽ എപ്പോഴൊക്കെയാണോ കാൽസ്യത്തിന്റെ അളവ് കൂടുന്നത്, ഒരു നോർമൽ അളവ് മതിയല്ലോ, അതിൽ എപ്പോഴൊക്കെ കൂടുവോ അപ്പൊ ശരിക്കും എന്താ നടക്കുന്ന പ്രോസസ് എന്ന് വെച്ചാൽ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി കാൽസിട്ടോണിൻ എന്നൊരു ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ കാൽസിട്ടോണിൻ ശരിക്കും എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരെ രക്തത്തിലേക്ക് വന്നിട്ട് രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ നേരെ വലിച്ചെടുത്തുകൊണ്ട് പോയിട്ട് നമ്മുടെ എല്ലിലും പല്ലിലും ശേഖരിച്ചു വെക്കും. അപ്പൊ അഡീഷണൽ ആയിട്ടുള്ള ഇതിനെ ബാലൻസ് ചെയ്ത് നേരെ എല്ലിലും പല്ലിലേക്കും കൊണ്ടുപോകാനായിട്ട് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിക്കുന്ന കാൽസിട്ടോൺ എന്നൊരു ഹോർമോൺ സഹായിക്കുന്നു. ഇനി കാൽസ്യത്തിന്റെ അഭാവം, വേണ്ട അളവിൽ രക്തത്തിൽ കാൽസ്യം ഇല്ലാതെ വരുന്ന അവസ്ഥയിൽ എന്താ ശരിക്കും ചെയ്യുന്നതെന്ന് വെച്ചാൽ പാരാതൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറഞ്ഞുള്ള നമ്മുടെ ഒരു ഗ്രന്ഥി ശരിക്കും പാരാതൈറോയ്ഡ് ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇത് നേരെ രക്തത്തിലേക്ക് വന്നിട്ട് മൂന്ന് കാര്യങ്ങൾ ഈ പാരാതൈറോയ്ഡ് ഹോർമോൺ ചെയ്യുന്നുണ്ട്. ശരിക്കും എന്താണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലിലും പല്ലിലും ശേഖരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കാൽസ്യത്തെ തിരിച്ച് ഈ പാരാതൈറോയ്ഡ് ഹോർമോൺ നേരെ രക്തത്തിലേക്ക് കൊണ്ടുവരും. പിന്നെ എന്താണ് കിഡ്നിയിൽ ശരിക്കും എന്താണ് മൂത്രം പ്രോസസ്സ് ചെയ്തിട്ട് കിഡ്നി അരിച്ച് കളയുന്ന സമയത്ത് കാൽസ്യം ഒത്തിരി പുറന്തള്ളി പോകുന്നുണ്ട്, നമ്മുടെ ശരീരം ഔട്ട് ആവുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെ കൊണ്ട് തടയും ഈ പാരാതൈറോയ്ഡ് ഹോർമോൺ. അപ്പൊ ആ രീതിക്കും കാൽസ്യം നഷ്ടപ്പെടുന്നത് തടഞ്ഞിട്ട് വീണ്ടും രക്തത്തിലേക്ക് ഈ കാൽസ്യത്തെ കൊണ്ടുവരും. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ മലത്തോടൊപ്പം കാൽസ്യം പോകുന്നുണ്ട്. ഈ മലത്തോടൊപ്പം കാൽസ്യം പോകുന്നത് ഈ പാരാതൈറോയ്ഡ് ഹോർമോൺ തടയും. അങ്ങനെ നമ്മുടെ രക്തത്തിലെ കുറവുള്ള കാൽസ്യത്തെ തിരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അത് ഈക്വൽ ആക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഈ രണ്ട് ഹോർമോൺ. ശരിക്കും കാൽസ്യം ഒരു അത്യാവശ്യ ധാതുവാണ്. അത് ഔട്ട് ആവുന്നത് തടയാനായിട്ട് ഈ ഒരു പ്രോസസ്സാണ് ശരീരത്തിന്റെ ഉള്ളിൽ ശരിക്കും നടക്കുന്നത്. ശരിക്കും ആകെയുള്ള കാൽസ്യത്തിന്റെ 1% നേരത്തെ പറഞ്ഞ പോലെ രക്തത്തിലാണ് ഉള്ളത്. രക്തത്തിൽ കാൽസ്യത്തിന്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? കാൽസ്യത്തിൽ രക്തം വേണ്ട, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ധാതുവാണ്. മുറിവുണ്ടായാൽ അത് മുറിവ് രക്തം കട്ട പിടിക്കാതിരുന്നാൽ ഒഴുകി പോയിട്ട് നമുക്ക് അപകടങ്ങൾ സംഭവിക്കും. അപ്പൊ രക്തം കട്ട പിടിക്കുക എന്നുള്ള ഒരു വലിയ പ്രോസസ്സിന് സഹായിക്കുന്നത് ശരിക്കും നമ്മുടെ കാൽസ്യം എന്നുള്ള ധാതുവാണ്. അതുപോലെ തന്നെ വേറെ ഒരു ഇമ്പോർട്ടന്റ്, ഈ കാൽസ്യം ഇത്ര റോള് വഹിക്കുന്നു എന്ന് പറയാൻ വേണ്ടി പറയുന്നതാണ്, തലച്ചോറിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സിഗ്നലിനെ കൊണ്ടുപോകാൻ സഹായിക്കുന്നത് ഈ കാൽസ്യമാണ്. അതായത് നമ്മുടെ കൈയുടെ തുമ്പത്തോ കാലിന്റെ തുമ്പത്തോ ഒരു മുള്ളു കൊണ്ടാൽ നമുക്ക് വേദന എടുക്കും. ശരിക്കും നമ്മൾ ആ കൊള്ളുന്ന അതേ സമയം തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൈ വലിക്കും. അതെന്താ നിമിഷ നേരം കൊണ്ട് നടക്കുന്ന ഒരു പ്രോസസ്സ്. അത് ശരിക്കും നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നാഡികൾ വഴി തലച്ചോറിലേക്ക് അതിന്റെ സന്ദേശം, നീ മുള്ളു കൊണ്ടു, അപ്പൊ നീ കൈ വലിച്ചോളൂ എന്നൊരു സന്ദേശം അവിടെ ചെല്ലുന്നുണ്ട്. ശരിക്കും നാഡി വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു സന്ദേശമാണത്. അതിന് സഹായിക്കുന്നത് കാൽസ്യമാണ്. അപ്പൊ കാൽസ്യത്തിന്റെ അഭാവം വന്നാല് നമ്മുടെ ശരീരത്തിന് തലച്ചോറുമായിട്ടുള്ള ആ ഒരു ഏകോപനം നഷ്ടപ്പെടും എന്നുള്ളതാണ് സത്യം. പിന്നെ കാൽസ്യം നമ്മുടെ ശരീരത്തിലെ മസിലുകൾ ചുരുങ്ങാനും വികസിക്കാനും സഹായിക്കുന്ന ഒരു ധാതുവാണ് ശരിക്കും കാൽസ്യം എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ധാരാളം ഹോർമോണുകളെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ കാൽസ്യത്തിന് സാധിക്കും. അതുപോലെ തന്നെ ഹൃദയമിടിപ്പ് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ കാൽസ്യം സഹായിക്കുന്നുണ്ട്. കാൽസ്യത്തിന്റെ അഭാവത്തിലാണ് ശരിക്കും എല്ലുകൾക്ക് തേയ്മാനം, ബലക്കുറവ് എന്നിവയൊക്കെ നമ്മൾ ഒരു പ്രായം കഴിഞ്ഞാൽ പറയാറുണ്ടല്ലോ, തേയ്മാനം ബലക്കുറവാണെന്നൊക്കെ. അതൊക്കെ ശരിക്കും കാൽസ്യത്തിന്റെ അഭാവമാണ്. പിന്നെ കൂടുതലായിട്ട് മുടികൊഴിച്ചിലുണ്ടാവാനും കാൽസ്യം കുറവാണെങ്കിൽ അങ്ങനെ ഒരു കാര്യം വരാൻ സാധ്യതയുണ്ട്. ശരിക്കും ഈ കാൽസ്യം നമുക്ക് കിട്ടേണ്ട ഫുഡ് സപ്ലിമെന്റ് ഏതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ പാല്, നെയ്യ്, യോഗട്ട് എന്ന് പറയും, പിന്നെ ഇലക്കറികൾ, മില്ലറ്റ്സ് എന്നിവയിലൂടെയൊക്കെ ശരിക്കും നമുക്ക് കാൽസ്യം ഫുഡിലൂടെ കിട്ടണം.
ഇതാണ് ഈ ഒരു പ്രോസസ്സിലാണ് നാച്ചുറൽ ആയിട്ട് ഫുഡിലൂടെ കിട്ടുന്നത്. പക്ഷേ ഈ ഒരു പ്രോസസ്സിൽ കിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം നമ്മൾ ഇതൊന്നും റിച്ച് ആയിട്ടുള്ള ഫുഡ് ആരും ഇന്നത്തെ കാലത്ത് കഴിക്കാറില്ല. നമുക്ക് ഫുഡിലൂടെ കൃത്യം വേണ്ട അളവിൽ കാൽസ്യം കിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ കാൽസ്യത്തിന്റെ അളവ് രക്തത്തിൽ കുറയുമ്പോൾ ശരിക്കും ഹൈപ്പോ കാൽസ്യമി എന്നൊരു രോഗത്തിലേക്ക് നമ്മൾ ചെന്നുപെടാറുണ്ട്. കാൽസ്യത്തിന്റെ ആഗിരണം ശരീരത്തിൽ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ, രക്തത്തിൽ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ വൈറ്റമിൻ ഡി എന്നൊരു വിറ്റാമിൻ നമ്മുടെ ശരീരത്തിൽ വേണം. അപ്പൊ ഇതെല്ലാം കണക്റ്റഡ് ആയതുകൊണ്ടാണ് ഇതെല്ലാം പറഞ്ഞു പോകുന്നത്. കാൽസ്യമാണ് നമ്മുടെ മെയിൻ തന്തു, പ്രധാന എന്താണ് നമ്മൾ പറയുന്ന പോയിന്റ്. പക്ഷെ അതിൽ കണക്റ്റഡ് ആണ് വൈറ്റമിൻ ഡി എന്നുള്ള ഒരു കമ്പോണന്റ്. ഈ വൈറ്റമിൻ ഡി കുട്ടികളിലൊക്കെ ചില നമ്മൾ പഠിക്കുന്ന സമയത്ത് അറിയാം, ബയോളജി ഒക്കെ പഠിക്കുമ്പോൾ അറിയാം, എന്താണ് കുട്ടികളിൽ ഇങ്ങനെ കാലിങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ. അതിന് ശരിക്കും എന്താ പറയുന്നതെന്ന് വെച്ചാൽ റിക്കറ്റ്സ് എന്ന് പറയും. അതായത് കൃത്യമായ അളവിൽ കാൽസ്യം കിട്ടാതെ വരുമ്പോൾ എന്താണ് എല്ലിന് ബലം കുറഞ്ഞിട്ട് കാലുകൾ വളഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും ഈ റിക്കറ്റ്സ് എന്ന് പറയുന്നത്. അത് ശരിക്കും വൈറ്റമിൻ ഡി കുറഞ്ഞിട്ട് കാൽസ്യം അബ്സോർപ്ഷൻ നടക്കാതെ വരുമ്പോഴാണ് ഈ ഈ റിക്കറ്റ്സ് എന്ന അവസ്ഥ വരുന്നത്. പിന്നെ എന്താണ് കാൽസ്യം കുറയുമ്പോൾ എല്ലുകൾ പെട്ടെന്ന് പൊട്ടിപ്പോകാം. ശരിക്കും വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ വേണം. അപ്പൊ വൈറ്റമിൻ ഡിയും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ശരിക്കും നമുക്ക് കിട്ടുന്ന മുട്ടയുടെ മഞ്ഞക്കരു, നമ്മൾ കഴിക്കുന്ന മുട്ടയുടെ മഞ്ഞക്കരുവിൽ നിന്ന് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടും. പിന്നെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഒരു രാവിലത്തെ ഇളം വെയിൽ 15 മുതൽ 20 മിനിറ്റ് വരെ കൊള്ളണം എന്നുള്ളത്. അതിലൂടെ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഓട്ടോമാറ്റിക് പ്രൊഡ്യൂസ് ആയിട്ട് അത് കാൽസ്യത്തെ അബ്സോർവ് ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിൽ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കണക്റ്റഡ് ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോകുന്നത്. പിന്നെ എന്താണ് മാനസിക സമ്മർദ്ദം കൂടുതലായിട്ടുള്ളവരിൽ കാൽസ്യം ഡെഫിഷ്യൻസി ശരിക്കും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ കാൽസ്യം ഡെഫിഷ്യൻസിയിലേക്ക് വരാൻ സാധ്യതയുള്ള ജനവിഭാഗം, അതായത് നമ്മുടെ മനുഷ്യരിലെ ഏതൊക്കെ വിഭാഗക്കാർക്ക് അങ്ങനെ കാൽസ്യം ഡെഫിഷ്യൻസി വരാമെന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഓൾഡ് ഏജ്, വാർദ്ധക്യത്തിലേക്ക് എത്തിയുള്ളവർക്ക് എന്തായാലും കാൽസ്യം ഡെഫിഷ്യൻസി വരും. പിന്നെ വരുന്ന കുട്ടികളുടെ കാൽസ്യം എപ്പോഴും ഡെഫിഷ്യന്റ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ അവരെ വളർച്ചയ്ക്ക് എല്ലിനും പല്ലിനും ബുദ്ധിവികാസത്തിനും ഒക്കെ കാൽസ്യം വേണ്ടതുകൊണ്ട് അവർക്ക് എത്ര കിട്ടിയാലും ആ വളരുന്ന സമയത്ത് കാൽസ്യം പോരാതെ വരും. അങ്ങനെയുള്ള അപ്പം ടീനേജേഴ്സിന് തീർച്ചയായും കാൽസ്യം ഡെഫിഷ്യൻസി, കാൽസ്യം കുറവുള്ള ഒരു വിഭാഗത്തിന് നമുക്ക് അവരെ പരിഗണിക്കാവുന്നതാണ്. അമിതമായിട്ട് ഭാരമുള്ളവരിൽ കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി വരാം. പിന്നെ എന്താണ് ഒന്നോ അതിലധികം പ്രസവം നടന്നതും മുലയൂട്ടിക്കൊണ്ടിരിക്കുന്നതുമായ സ്ത്രീകളിൽ കാൽസ്യത്തിന്റെ അളവ് രക്തത്തിൽ കുറവായിരിക്കും. പിന്നെ എന്താണ് അമിതമായിട്ട് ഉപ്പ് ഉപയോഗിക്കുന്നവർ, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം ഉപയോഗിക്കുന്നവരിലൊക്കെ കാൽസ്യം കുറവായിരിക്കും. എന്താണ് അവർക്ക് ശോധന വഴി കാൽസ്യം നഷ്ടപ്പെടും. പിന്നെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവരും കാൽസ്യം കുറവാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ കാൽസ്യം ഇല്ലെങ്കിൽ നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ പറയുവാണെങ്കിൽ മസിൽ പ്രോബ്ലം, നേരത്തെ പറഞ്ഞ പോലെ മസിൽ ചുരുങ്ങാനും അതുപോലെ തന്നെ വികസിക്കാനും സഹായിക്കുന്ന ഒരു കണ്ടന്റ് ആണ് കാൽസ്യം എന്നുള്ളതിലേക്ക് ആ ഒരു എന്താണ് കണ്ടന്റ് കുറവാണെങ്കിൽ മസിൽ പെയിൻ വരും. ശരിക്കും വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യത്തില്ല മസിൽ. പിന്നെ എന്താണ് എപ്പോഴും ഒരു ക്ഷീണം വരാൻ സാധ്യതയുണ്ട്. പിന്നെ എന്താണ് നഖം പൊട്ടി വരും. നമ്മുടെ ഈ നഖം പെട്ടെന്ന് പൊട്ടി പോകുന്ന ഒരു അവസ്ഥ വരാം. നമുക്ക് മുടികൊഴിച്ചിലുണ്ടാവാം. പിന്നെ എന്താണ് അനാവശ്യമായിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടാം. സ്കിന്നില് ഒരു കാരണമില്ലാതെ, നമുക്ക് പ്രത്യേക ഒരു കാരണം പറയാനില്ലാതെ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത് ഒരു ഒന്നുകിൽ ചിലപ്പോൾ ഒരു കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി ആവാം, ഇല്ലെങ്കിൽ അലർജി കണ്ടീഷൻ ഏതെങ്കിലും ആവാം. വൺ ഓഫ് ദ റീസൺ എന്ന് പറയുന്നത് കാൽസ്യം ഡെഫിഷ്യൻസി ആയിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. പിന്നെ എന്താണ് സ്ത്രീകളിലെ ആർത്തവ സംബന്ധമായി ഉണ്ടാകുന്ന വയറുവേദനയ്ക്ക് ഒരു കാരണം കാൽസ്യം ഡെഫിഷ്യൻസി ആയിട്ട് നമുക്ക് പരിഗണിക്കാം. പിന്നെ ചില ആൾക്കാർക്ക് പല്ല് പ്രായമായെങ്കിലും പല്ല് കൃത്യമായിട്ട് ഉണ്ടാവണമെന്നില്ല, അല്ലെ? കുട്ടികൾക്കായാലും ഇത്ര ഏജ് ആയാലും പല്ല് വരാതിരിക്കാം. ചിലർക്ക് പല്ല് ഉണ്ടായിട്ട് പൊടിഞ്ഞു പോകുന്ന അവസ്ഥ വരാം. പല്ലുകളിൽ തുടരെ കേടുണ്ടാവും. ഇതെല്ലാം എന്താണ് കാൽസ്യം കുറവായതിന്റെ ഒരു ഇതായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. പിന്നെ കുട്ടികളിൽ വളർച്ചക്കുറവിനും കാൽസ്യം ഇല്ലായ്മ ഒരു കാരണമാണ്. പിന്നെ പൊക്കം വെക്കാനുള്ള ബുദ്ധിമുട്ട് പൊതുവെ കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് കുട്ടികളിൽ കാണപ്പെടാറുള്ളത്. നിത്യേന ശരിക്കും കാൽസ്യം നമുക്ക് എന്താ വേണ്ടത് എന്ന് പറയുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഭക്ഷണത്തിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ നമുക്ക് ഈ കാൽസ്യം നിത്യം വേണ്ട കാൽസ്യം കിട്ടുകയുള്ളൂ. പിന്നെ എന്താണ് നമ്മൾ ഡെയിലി വിസർജനം, മലമൂത്ര വിസർജനത്തിലൂടെ ധാരാളം കാൽസ്യം നഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ എന്താണ് എല്ലിന്റെ പ്രവർത്തനം, എന്നും എല്ലൊക്കെ ആക്റ്റീവ് ആണല്ലോ, അപ്പൊ അതിന്റെ പ്രവർത്തനത്തിന് കാൽസ്യം ആവശ്യമാണ്. അതുകൊണ്ട് എന്താണ് നിത്യേന നമ്മുടെ ശരീരത്തിൽ കാൽസ്യം കിട്ടിയേ തീരുള്ളൂ. അത് നമ്മുടെ ഫുഡ് സപ്ലിമെന്റിൽ നിന്ന് കിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ നാച്ചുറലായിട്ട് എന്താണ് ഈ കാൽസ്യത്തെ സപ്ലൈ ചെയ്യാൻ സാധിക്കും നമ്മുടെ നാഡ്സിം എന്ന പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കും, നമ്മൾ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും. പിന്നെ കാൽസ്യത്തിന്റെ അളവ് കൃത്യമായിരിക്കണം. ഒന്ന് രണ്ട് കാരണങ്ങൾ കൂടി പറയാം. ഹോർമോൺ ഇംബാലൻസ് ഉണ്ടെങ്കിൽ കാൽസ്യം കൃത്യമായിട്ട് വരില്ല. സ്ത്രീകളുടെ ആർത്തവ വിരാമ സമയത്ത് കാൽസ്യം കുറവായിരിക്കും. പിന്നെ ഡൈയൂററ്റിക് മരുന്നുകൾ എന്ന് പറയുന്നത് മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾക്ക് കഴിക്കുന്ന ഡൈയൂററ്റിക് മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നവരിൽ കാൽസ്യം മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടും. പിന്നെ കൂടുതൽ മാംസാഹാരം കഴിക്കുന്നവരിലും കാൽസ്യത്തിന്റെ അളവ് കുറവായിരിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഈ ശരിക്കും ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്ന പ്രോഡക്റ്റ് നമ്മുടെ നാഡ്സിയമാണ്. അതിന്റെ എന്താണ് അത് ശരിക്കും എല്ലിന്റെ ആരോഗ്യത്തിനും നമ്മൾ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. എന്താണ് പശുവിൻ പാലിൽ നിന്ന് എടുത്തിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാൽസ്യമാണ് നമ്മുടെ ഈ കമ്പനി നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിലൂടെ നമുക്ക്
തരുന്നത് നാച്ചുറൽ കാൽസ്യമാണ്. കൂടാതെ മഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ കൃത്യ അളവിൽ ചേർത്തിട്ടാണ് നമ്മുടെ കമ്പനി നാഡ്സിം എന്നുള്ള ഈ ക്യാപ്ലെറ്റ് നമുക്കായിട്ട് മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്നത്. എന്താണ് ഈ നാഡ്സിയം ശരിക്കും ക്യാപ്ലെറ്റിനെ ശരീരത്തിൽ നിന്ന് എളുപ്പത്തിൽ വലിച്ചെടുക്കാനായിട്ട് ഈ ക്യാപ്ലെറ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ കാൽസ്യത്തിനായിട്ടുള്ള ഇംഗ്ലീഷ് ടാബ്ലറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് കിഡ്നി സ്റ്റോൺ വരും. എന്താ വെച്ചാൽ കാൽസ്യം കണ്ടന്റ് തരുമ്പോൾ അത് എന്താണ് നമ്മുടെ കിഡ്നിയിൽ അടിഞ്ഞു കൂടിയിട്ട് കിഡ്നി സ്റ്റോൺ ഉണ്ടോ, ഇംഗ്ലീഷ് മരുന്നിന്റെ കാര്യമാണ് പറയുന്നത്, അങ്ങനെ കഴിച്ചാൽ പ്രശ്നം വരാം. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്തിരിക്കുന്ന ഈ പ്രോഡക്റ്റിലുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഒരു കണ്ടന്റ് ആയിട്ട് ഞെരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഈ ഞെരിഞ്ഞ് ശരിക്കും സ്റ്റോൺ ഉണ്ടാകുന്നതിനെ തടയുന്നു. കാൽസ്യം തരുകയും ചെയ്യും, സ്റ്റോൺ ഉണ്ടാവാതെ നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, എന്തെങ്കിലും രീതിയിൽ കല്ല് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഞെരിഞ്ഞില് ഉണ്ടായ കല്ലിനെ അലിയിച്ച് കളയാനായിട്ടും സഹായിക്കുന്നുണ്ട്. പിന്നെ അപ്പൊ ആദ്യത്തെ ചേരുവ ഞെരിഞ്ഞിലാണ്, നാച്ചുറൽ എന്താണ്, പിന്നെ പശുമ്പാലിൽ നിന്നുള്ള നാച്ചുറൽ കാൽസ്യമാണ്, അത് പറഞ്ഞു. പിന്നെ വന്നിരിക്കുന്ന ചേരുവ തിപ്പല്ലിയാണ്. പിന്നെ എന്താണ്, ത്രികടുവിൽ ഒന്നാണ് നമ്മുടെ ഈ തിപ്പലി എന്ന് പറയുന്നത്. തിപ്പലി കൂടെ ചേർന്നിരിക്കുന്ന എല്ലാ ഔഷധങ്ങളുടെ ഗുണ ശരീരത്തിന് കറക്റ്റ് ആയിട്ട് സപ്ലൈ ചെയ്യാനായിട്ട് ഈ തിപ്പലി നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ ദഹനം കൃത്യമായിട്ട് കൊണ്ടുപോകാനും ഈ എന്താണ് നമ്മുടെ തിപ്പലി സഹായിക്കുന്നു. കൃത്യമായ രീതിയിൽ കാൽസ്യത്തെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കാൻ ഈ തിപ്പലി എന്നൊരു കോമ്പിനേഷൻ സഹായിക്കുന്നുണ്ട്. ഇത് ആർക്കൊക്കെ നൽകാമെന്നും കൂടി പറയാം. 5 വയസ്സ് മുതൽ 70 വയസ്സ് വരെ പ്രായത്തിനിടയിലുള്ളവർക്ക് നമുക്ക് തീർച്ചയായിട്ടും നൽകാം. പിന്നെ എന്താണ്, ചെറിയ കുട്ടികൾക്ക് 5 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെ ഉള്ളവർക്ക് അര ക്യാപ്ലെറ്റ് ഹാഫ് ആയിട്ട് ഒടിച്ച് നമുക്ക് നൽകാവുന്നതാണ്. അത് ഒടിക്കാൻ എളുപ്പമുണ്ട്. നമ്മൾ എന്താണ് പ്രോഡക്റ്റ് എടുത്താൽ അറിയാം, സെൻട്രലിൽ ഒരു സ്കോറിംഗ് ഉണ്ട്, അവിടെ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒടിച്ചെടുക്കാൻ സാധിക്കും. വലിയ ആൾക്കാർക്കാണെങ്കിൽ ഒരു ക്യാപ്ലെറ്റ് ഒരു നേരം 3 മാസത്തേക്ക് നമുക്ക് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. ഇത് ആരൊക്കെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ പ്രഗ്നന്റ് ലേഡീസും മുലയൂട്ടുന്ന അമ്മമാരും ഉപയോഗിക്കരുത്. ഫീലിംഗ് ക്യാപ്സൂളും നമ്മുടെ തന്നെ പ്രോഡക്റ്റ് ആണ് ഫീലിംഗ് ക്യാപ്സൂൾ. അതിൽ നാട്സ് ഒരുമിച്ച് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടിലും എന്താണ് കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ രണ്ടും കൂടി കഴിക്കുമ്പോൾ ഓവർഡോസ് ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മുടെ ഫീലിംഗ് ക്യാപ്സൂളും നാട്സും കൂടി കഴിക്കാനായിട്ട്. പിന്നെ മറ്റ് കാൽസ്യം ഗുളികൾ ഉപയോഗിക്കുന്നവരും ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം വേണം നമ്മുടെ ഒരു പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാനായിട്ട്. നമ്മുടെ ടാബ്ലറ്റ് ശരിക്കും 20 മില്ലിഗ്രാം കാൽസ്യമാണ് ഒരു ദിവസം ഒരു ക്യാപ്സൂളിൽ നിന്ന് നൽകുന്നത്. ഒരു നേരം 50 മില്ലിഗ്രാമിൽ കൂടുതൽ കാൽസ്യം നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമില്ല. അപ്പൊ അതിൽ കൂടുതൽ ഡോസ് ആകുന്ന രീതിയിൽ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കാനും പാടില്ല. അപ്പൊ ശരിക്കും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 30-35 കഴിയുമ്പോൾ സ്ത്രീകളായാലും പുരുഷന്മാരിലായാലും എല്ലിനൊക്കെ പ്രശ്നം വരും. അമിതമായി ഭാരപ്പെട്ട ജോലി എടുക്കുന്നവർക്ക് എല്ല് തേയ്മാനം, കൈക്കുഴ വേദന, കാൽക്കുഴ വേദന, നടുവേദന, മുട്ടുവേദന എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. അപ്പൊ അതൊക്കെ പരിഹരിക്കാനായിട്ട് അതൊക്കെ വരുന്നത് ശരിക്കും കാൽസ്യം ഡെഫിഷ്യൻസി മൂലം എല്ലുകൾക്കുള്ള തേയ്മാനം മൂലമാണ് അങ്ങനെ വരുന്നത്. ആ ഒരു പ്രശ്ന പരിഹാരത്തിനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ നാട്സും റെക്കമെൻഡ് ചെയ്യുക. നമ്മൾ ഉപയോഗിച്ച് മറ്റുള്ളവരിലേക്ക് ഈ ഒരു പ്രോഡക്റ്റ് വളരെ ഭംഗിയിൽ നമുക്ക് എത്തിക്കാൻ സാധിക്കട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.